ഇപ്പം നമ്മൾ ഈ ഹണി റോസിൻ്റെ കാര്യവും ബോച്ചയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അഥവാ കേരളത്തിന് എന്തെങ്കിലും ഈ വക കാരണങ്ങളാൽ സംഭവിക്കും എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? 2 ദിവസം തള്ളി നീക്കി. കഴിഞ്ഞ ദിവസമായിട്ട് 2 ദിവസമല്ലേ, 3-ാമത്തെ ദിവസം ഇത്. ഹണി റോസ് ബോച്ചെ അച്ഛാ എന്തോ പറഞ്ഞെന്ന് ഇവിടെ ചെയ്തവന്മാർ നടപ്പുണ്ടെന്നേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എത്ര ബലാത്സംഗം ചെയ്ത് കാണുമോ എന്തോ, എത്ര പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വലിയ സൈബർ കുറ്റമാണ്, മറ്റാണ് മറിച്ചാണെന്ന് പറയുന്നത്. ഇപ്പോൾ സൈബർ എന്ന് പറയുന്ന സ്ഥലത്ത് തട്ടിപ്പുകൾ നടത്തി ഈ തട്ടിപ്പുകാരെ കണ്ടുപിടിക്കാനും തട്ടിപ്പ് തടയാനും പറ്റാതെ ടെലിഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളിനി CBI എന്ന് വിളിച്ചാലും ഫോൺ എടുക്കരുതെന്നൊക്കെ, പോലീസുകാരാണെന്ന് പറഞ്ഞ് വിളിച്ചാലും ഒന്നും അറ്റൻഡ് ചെയ്ത് നിങ്ങളെ പണത്തട്ടിപ്പ് നടത്തുമെന്ന്. എന്നിട്ട് ഫോണിൽ കൂടെ ടെലിഫോൺ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, ഇതാണ് യഥാർത്ഥ അവസ്ഥ കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ വെറും പടം മാത്രമാണ്. ഇപ്പോൾ ഹണി റോസിൻ്റെയും ബോച്ചയുടെയും വർത്തമാനത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുന്നതിനകത്ത് സത്യത്തിൽ നമുക്കാർക്കും ഒരു നഷ്ടവും ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നില്ല. എനിക്ക് വലിയ നഷ്ടമില്ല. അത് അതിൻ്റെ വഴിക്ക് അത്രയും പ്രാധാന്യം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് അവർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. പക്ഷേ ഇവിടെ മീഡിയ എന്താ ചെയ്തത്, പോലീസ് എന്താ ചെയ്തത്? ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഒരാഴ്ച എന്ന് വെച്ചാൽ ഒരുപാട് പോലീസ് ഫോഴ്സൊക്കെ അങ്ങ് ചെല്ലുക. വലിയ തീവ്രവാദിയല്ലേ എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തത്. ഇമാതിരി നാടകം കണ്ടിട്ട് നാണം ഉണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ നാട്ടുകാർ എങ്ങനെ ഇതിങ്ങനെ സഹിക്കുന്നത്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു നാടകമാണെന്ന്. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? പ്രശ്നങ്ങളെ മോളി പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രശ്നമല്ല ശരിക്കും. ഇത് പൊതുജനത്തിനെ സംബന്ധിച്ച്, നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു വിഷയമേ അല്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ കേസ് മാത്രം അവരുടെയൊക്കെ പേജിലോ അവരെ പ്രൊമോഷൻ ചെയ്യുന്ന ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ ഒക്കെ വന്നോട്ടെ. ഈ വാർത്തക്കാരെന്തിനാ ഇതിൻ്റെ പുറകെ നടക്കുന്നത്? വാർത്തക്കാർക്ക് വേറൊരു വാർത്തയില്ലടേ. അത് ഇത്ര ഭയങ്കര ചർച്ച നടത്തും. രാഹുൽ ഇരുന്ന് പറയുന്നു ഹണി റോസിൻ്റെ വസ്ത്രധാരണ ശരിയല്ല. ഹണി റോസ് വസ്ത്രം ഇല്ലാതെ വന്നാലും ബോച്ചയെ ആവശ്യമില്ലാതെ കമൻ്റ് അടിക്കേണ്ട, അത്രേ ഉള്ളൂ. അത് ഹണി റോസിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഹണി റോസ് പറയുന്നത്. ഒന്നല്ല കുറേ പ്രാവശ്യം ആയെന്ന്. ഇയാൾ പണ്ട് തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് തൃശ്ശൂർ പൂരത്തിന് ജാക്കി വെച്ച് നടന്ന പാർട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? തറ കൂറയാ വേഷം കെട്ടി നടക്കുക, ഒരു ഊമ്പിയ വേഷം. ഇത് കണ്ടിട്ട് തന്നെ എന്തോ ഒരു അവിഞ്ഞ സാധനം പോലെ എനിക്ക് തോന്നിയേക്കുന്നത്. ചാടുക, മറിയുക, കൊങ്കാത്ത വേൾഡെത്തില്ല ഇവേ എന്തോന്ന്. പണ്ടൊരു വീഡിയോ ലീക്കായി ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ അപ്പുറത്ത് മാറിയിരിക്കുക ബോബി ചെമ്മണ്ണൂർ. എന്നിട്ട് അവളിരുന്ന് ചീത്ത വിളിക്കുക, യു ആർ എ ചീറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ബേളം ഉണ്ടാക്കുക. ആ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്, എവിടെ ഹാർഡ് ഡിസ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണേൽ ഒന്നുകൂടെ എടുത്തിടാമെന്ന് വേണമെങ്കിൽ. ബോച്ചയുടെ പഴയ വീഡിയോ ഭയങ്കരമായിട്ട് ഓടും, ഹിറ്റായിരിക്കും, ഒരു സംശയമില്ല. പിന്നെ എന്തെല്ലാം വിളിച്ച് പറയുന്ന ഓരോ പ്രാവശ്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിനോട് എൻ്റെ സാധനം എന്താ അങ്ങോട്ട് ഇട്ട് നോക്കാൻ പറഞ്ഞ ആളാണ് ഇയാൾ. കൊച്ചിൻ്റെ സ്വന്തം പ്രൈസ് അതിനേക്കാൾ ചെറിയ കൊച്ചിനോട്. അപ്പോൾ അതുപോലത്തെ തറ പരിപാടിയും കൂതറ വർത്താനവും ഒരലഞ്ഞ് തൂറി നടക്കുന്ന ഒരുത്തനാണ് ഈ ബോച്ചെ. അല്ലാതെ ബോച്ചയെ നമ്മൾ അതിനപ്പുറത്തോട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു കോമഡി പീസ്. കാശുണ്ട്, കാശുള്ള വീട്. മിക്കവാറും ഈ കേരളത്തിലൊരു 3 പേര് 4 പേരുണ്ട് ഇതുപോലത്തെ കാശുള്ളവന്മാരുടെ ഇടയിലെ കൂതറകൾ. കഴിവും കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വിവരവും വിദ്യാഭ്യാസവും ഒക്കെ കുറവായിരിക്കണമെന്ന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇയാൾ ഈ ജാടയും കോഴ്സിൻ്റെ നമ്പറുവാ അല്പനും പിന്നെ ഈ പറഞ്ഞ പൊങ്ങച്ചക്കാരനും ഒക്കെയാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഈ പൊങ്ങച്ചക്കാരുടെ സ്ഥിരം പരിപാടി ഇതൊക്കെ ഇന്നും തന്നെ തുടങ്ങി. ഇവനൊക്കെ ഒരു ധാരണയുണ്ട്, ഇവൻ പറയുന്ന വലിയ കോമഡിയാണ്. അവൻ കോമഡി പറയുമ്പോൾ അവൻ്റെ ചുറ്റും നിൽക്കുന്ന എറാമൂളികളൊക്കെ കൂടെ ചിരിക്കും. ഇത് ഏത് ഓഫീസിലും ഉള്ളതാണ് ഇതുപോലത്തെ കൂതറ മുതലാളിമാരും അല്ലെങ്കിൽ പോലീസുകാർക്കുണ്ട് ഈ പ്രശ്നം. വലിയ കോമഡിയൊക്കെ പറയും. തിരിച്ചെന്തിനും പറഞ്ഞാൽ അതിലും വലിയ കോമഡിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കലിക്കുകയും ചെയ്യും. അല്ല, ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവരെ കളിയാക്കുന്നൊന്നും. കൂടെ നിൽക്കുന്നവരെപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം തന്നെ അവരൊക്കെ ഇവൻ്റെ എറാൻ മൂളികളായ ഓശാരം പറ്റി നിൽക്കുന്ന നക്കികളായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരൊന്നും തിരിച്ചു പറയാത്ത. അല്ലാതെ ഇവൻ്റെയൊക്കെ കോമഡിക്കകത്ത് എനിക്ക് വലിയ കോമഡിയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ചിരിക്കാനൊന്നും വന്നിട്ടില്ല ഇവൻ പൊട്ടത്തരം പറയുമ്പോൾ. അതെന്ത് ഇത്ര കോമഡി ഇരിക്കുന്നത്? ചില തറ ലെവൽ ആൾക്കാരുണ്ട്, അവരെ എൻ്റർടൈൻ ചെയ്യാൻ കൊള്ളാവുന്ന തരം തറ നമ്പർ മാത്രമാണ് ബോച്ച ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ. വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് കയറിയിട്ട് മറ്റേ ഏതാണ്ട് ഫണ്ട് റൈസിങ്ങിന് വന്നിട്ട് 1 കോടി ഇട്ടെന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ കുറേ നമ്പറൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് ചെയ്യണോ എന്തോ ആണോ ഒരു പിടിയില്ല. പിന്നെ അതിനെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും ഇല്ല. പിന്നെ ഇയാളൊക്കെ 1 കോടി ഇട്ടോ ഇല്ലയോ എന്ന് അറിയത്തുമില്ല. എന്തോ ചെയ്തത്, അതിനകത്തുള്ള ഡീലുകൾ എന്തൊക്കെ, എന്തിനാണ് അങ്ങനെ ചെയ്തത്, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പിന്നെ അവരുടെ ആ ഫണ്ട് റൈസിങ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുന്നു. പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല, അപ്ഡേറ്റ്സ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമായിട്ട് അത് നടന്നു കിട്ടിയാൽ അയാൾക്ക് കൊള്ളാം. പക്ഷേ എന്നാലും ഈ 1 കോടി രൂപയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇയാൾ 1 കോടി രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഗുഡ് വില്ലും ഇയാളുടെ അഡ്വർടൈസ്മെൻറ്റും കണ്ട് നമ്മൾ മടുക്കും.
അയാൾ ആ 1 കോടി രൂപയെന്ന് പറയുന്നത് അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന പൈസയൊക്കെ തന്നെ ഉണ്ടായിരിക്കത്തുള്ളൂ. ചിലപ്പോൾ 1 കോടി കൊടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതിനകത്ത് കൃത്യം നമുക്കറിയത്തില്ല എത്രയാണെന്നൊന്നും. കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം. എന്നിട്ട് അയാൾ വന്നിട്ടില്ല ഇതുവരെ, വരട്ടെ, അപ്പോൾ ചോദിക്കുക അയാളോട് കിട്ടിയതെന്ന്. എന്നിട്ട് 34 കോടിയോ 42 കോടിയോ വേണ്ട പിരിച്ചത് ഇവിടെ എല്ലാവരും കൂടെ. എന്നിട്ട് അയാളെ ഇതുവരെ ഇറക്കാൻ പറ്റിയിട്ടില്ല. അയാളുടെ പേപ്പർ വർക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി വരുമ്പോൾ ഭയങ്കര ഓളമായിരിക്കും ഇവിടെ കിടന്നുകൊണ്ട്. ഇതിനകത്തൊക്കെ ഏതാണ്ടൊക്കെ തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ടെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല, അതും നമുക്കറിയത്തില്ല. ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചാരിറ്റി ഫണ്ട് റൈസിങ് നടന്നു കഴിഞ്ഞാൽ ദുരൂഹതകളാണ് മൊത്തം. ഈ ദുരൂഹതകളൊന്നുമില്ലാതെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി www.charityWithClarity എന്ന വെബ്സൈറ്റ് ഇവിടെ തുറന്നു വെച്ചിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ അവിടെ അധികം ഫണ്ട് റൈസിങ് പരിപാടിയൊന്നും നടക്കാറില്ല. കാരണം ആളുകൾക്ക് തട്ടിപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ള നാട്ടുകാരാണ് മലയാളികൾ. സോ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ഡബിൾ മീനിങ് ജോക്സും പെണ്ണുങ്ങളടുത്ത് കൂതറത്തരവും ആലമ്പും കാണിച്ച് നടക്കുന്നവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടെ ആളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പെൺപിള്ളേരെ സ്നേഹിക്കുകയല്ലാതെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? അതേ ഉള്ളൊരു പ്രശ്നം, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പെൺപിള്ളേർ സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരിങ്ങനെ ദ്വയാർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുക അതെനിക്ക് ഇഷ്ടമല്ല. എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ ഞാൻ സ്നേഹിക്കും, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ എന്നെ സ്നേഹിക്കുമോ? അതൊന്നും നടക്കത്തൊന്നുമില്ല. ഞാനതുകൊണ്ട് അതൊക്കെ വിട്ടു. വേണ്ട, എനിക്ക് വേണ്ട. ശരിയാകത്തില്ല. അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടൊരു ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.